Hi friends, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയാബീൻ വെച്ചിട്ട് നല്ലൊരു കിടിലൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. സോയ ചങ്ക്സ് 65 റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മസാലക്കടലയൊക്കെ കഴിക്കില്ലേ, ആ ഒരു ഫീലിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കാനും പറ്റും, ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. നല്ല ചൂടോടുകൂടെ മൊരിഞ്ഞ് കഴിക്കാനായിട്ടാണ് കൂടുതൽ ടേസ്റ്റ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് സോയാബീൻ്റെ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 100 ഗ്രാമൊക്കെ വരും. ഇത് ചെറിയ സോയാബീനാണ്. എനിക്ക് ചെറുതാണ് ഇഷ്ടം. വലുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളം, അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് കുതിർന്ന്. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് വരും കേട്ടോ. നല്ല വെള്ളം കൊണ്ട് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് കളയാം. അപ്പോൾ എല്ലാം അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 20 മിനിറ്റെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂണ് കറിവേപ്പിലയും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്, അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അധികം എരിവ് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളക് ക്രഷ് ചെയ്തത്. പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ്, നല്ലൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ പാകത്തിന് ഉപ്പും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയും മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൊടി, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവയെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് നമുക്ക് അതിലേക്ക് കോരിയിട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടും പൊരിച്ചെടുക്കാം. അതെല്ലാം നിങ്ങൾക്ക് അത്ര ക്രിസ്പി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കോരിയെടുക്കുകയും ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ട് പൊരിക്കുന്ന സമയത്ത് നമ്മൾ ആ ചൂടോടുകൂടെ തന്നെ കഴിക്കണം. ചൂട് പോയാൽ കുറച്ച് ഹാർഡായി പോവും, നല്ല ക്രിസ്പി ആയാലും കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മൊരിച്ചെടുക്കുന്ന സമയത്ത് ആ ചൂടോടുകൂടെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. കടല കുറിക്കുന്ന പോലെ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ഈ ഒരു സോയ ചങ്ക് ഫ്രൈയുടെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കാം, നല്ല ചൂടോട് കൂടെ ഇത് കഴിക്കാൻ. നല്ല മൊരിഞ്ഞതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ തണുത്തിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ നെരിയിപ്പിച്ചെടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഹാർഡായി പോവും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് 65 ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയൊരു ഐറ്റമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.